ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അത് നമ്മളിന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. വെറുതെ എന്തെങ്കിലുമൊക്കെ ഇടണമല്ലോ. ക്ലാസ്സിൽ പോവാണ് ഇപ്പോൾ. അവരൊക്കെ ഇറങ്ങി ഞാൻ നേരം ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തി. സമയം 9:20. ക്ലാസ് 9 മണിക്കാണ്. നമ്മളിനി ഹെൽമെറ്റ് വെച്ചിട്ടാണ് ക്ലാസ്സിൽ കയറാൻ. വാങ്ങോട്ട് പിടിക്കുന്നുണ്ട് ആൾക്കാരായിട്ട്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡ്രീംസ് ആണ്. ഇതാണ് മിസ്സിന്റെ ക്ലാസ്. മിസ് അവിടെ നിൽക്കുന്നുണ്ട്. പ്ലീസ് കാണാല്ലേ, ഉള്ളി കൂടെ പോയിട്ട് കാണിക്കാം. അതാ മിസ്. മിസ്സിനാണ് ഞങ്ങൾ തയ്ക്കാൻ പോകും. 2 മെഷീൻ കിട്ടി. ബാക്കി ചാവി കിട്ടുന്നില്ല. ചോര കണ്ടു തുടങ്ങി. ഹായ് അങ്ങനെ ജസ്ലിന്റെ ഇന്നത്തെ തുടക്കം ചോരയില്ലെന്നാണ്. കാണാനില്ല ഒരു തുള്ളി ചോരയുള്ള കാരണം കാണാനില്ലേ. ഞാൻ കുറച്ചേരം നിന്നെടുക്കാം. അതെ, അവിടെ മെഷീൻ ഫ്രീ ആണ്. ബൈ. എടുത്തു. ഏതാ ഫുഡ്? 70. പിന്നെ വല്ലപ്പോഴൊക്കെ വരുള്ളൂ ക്ലാസ്സിൽ. എന്താ മാസത്തിൽ എപ്പോഴും പനിയാ. ഫുള്ളും എല്ലാ മാസവും പനിയാ? എല്ലാ ആഴ്ചയും പനിയാ? ഇനി നാളെ വരുമോ? നാളെ ഇഫ്താറല്ലേ? നാളെ വരുമോ? ഇല്ലേ പേരെടുത്തിട്ടില്ലേ? എനിക്ക് ഡേറ്റ് എനിക്ക് കൺഫ്യൂഷൻ കഴിഞ്ഞു. ഇത് സ്റ്റിച്ചിങ്ങിന്റെ ക്ലാസ്, ഇത് ഡ്രോയിങ്ങിന്റെ ക്ലാസ്. ക്ലാസ്സിനാണ് അവിടെ എവിടെയും ഉണ്ടാവും. അയ്യോ മിസ് ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ്. ഹായ് ഓഫീസ് റൂം. ഹായ് വെള്ളം കുടിക്കണ സ്ഥലം. വെള്ളം ഇവിടെ ഇടക്കിടക്ക് വെച്ചോണ്ട് ഇടക്കിടക്ക് കുടിക്കാൻ തോന്നൂലേ? അതും ചൂടുവെള്ളം, പച്ചവെള്ളം, തണുത്ത വെള്ളം, എല്ലാ വെള്ളം. ഇത് ചൂടുവെള്ളം. നമ്മൾ ആദ്യം ചൂടുവെള്ളത്തിൽ ഗ്ലാസ് ഇടും, പച്ചവെള്ളം എടുക്കും. തണുത്ത വെള്ളം എന്നിട്ട് ചൂടുവെള്ളത്തിൽ നൈസായിട്ട് മിക്സ്. അപ്പോൾ മിക്സ് ചെയ്ത് കുടിക്കുമ്പോൾ പച്ചവെള്ളം. പക്ഷെ നമ്മൾ ഫാഷൻ ഡിസൈനേഴ്സ് ഇതിനെ നമ്മുടെ ഡിസൈനിങ് സെൻസോടെ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് our fire. ഇവളുടെ ലവേഴ്സ് ആണ് അവരൊക്കെ. ഞാൻ ചെയ്തിട്ടുണ്ട് മെറ്റീരിയൽ എക്സ്പ്ലോറേഷൻ. ഇതിനെ പറയുന്ന പേരാണ് മെറ്റീരിയൽ എക്സ്പ്ലോറേഷൻ. നമ്മൾ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഒരു ഗാർമെന്റ് ഉണ്ടാക്കാം. ക്ലാസ് എടുക്കാൻ പോകാൻ തോന്നുന്നുണ്ട്. ഇതാണ് മെറ്റീരിയൽ എക്സ്പ്ലോറേഷൻ. ഇത് ഞാൻ ചെയ്തത് ഇതും പിന്നെ ഇതും. പിന്നെ ഇഫ്താറിന് ഇടാനായിട്ട് ഇല്ലേക്കുന്നു ഫുൾ വ്ളോഗ് എടുക്കണം. ഇഫ്താർ നോമ്പാണ്. സോറി, കണക്കുകളൊന്നും ശരിയാവുന്നില്ല.
പെരുന്നാളിന് ഇടാനായിട്ട് മിന്നു നേരെ തന്നെ ഫസ്റ്റ് തന്നെ കമ്മീസ് തയ്ച്ചോണ്ടിരിക്കുക. കമ്മീസ് എന്ന് വെച്ചാൽ സാധാ കോട്ടനിലൊന്നല്ല തയ്ക്കണം. ഫസ്റ്റ് തന്നെ വെൽവെറ്റ് ഒക്കെ എടുത്ത് ആള് അളവൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് തയ്ച്ച് പെരുന്നാൾക്ക് ഇടും. ഇല്ല പിന്നെ ഞാൻ ഫൈനൽ ഔട്ട്പുട്ടിന്റെ വേറൊരു വ്ളോഗ് ഇടാം. കീർത്തനാണ് ഭയങ്കര മുറിക്കല. എനിക്ക് മുറിക്കാണ്ട്, പക്ഷെ ഈ തുണിയുടെ ഉള്ളിൽ നിന്ന് എങ്ങനെ 10 ഇഞ്ചിന്റെ 20 ഇഞ്ചിന്റെ 3 കിട്ടുന്നാണ് ഞാൻ ആലോചിക്കണത്. നമ്മളിങ്ങനെ ചായ കുടിക്കാനാണ് ഭയങ്കര കലാകാരിക്കുമാരെങ്കിലും എനിക്ക് പപ്സ് വേണം. ആണോ എനിക്ക് പപ്സ് വേണം. സ്നേഹ എന്തെന്ന് വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഉറപ്പ് പറഞ്ഞില്ലല്ലോ. ചിലപ്പോ വ്ളോഗ് ഇട്ടോ ഞാൻ ഇത് വ്ളോഗ് ഇടും ഞാൻ. ഇടുവോ? എന്തിനാ? എനിക്ക് വ്ളോഗ് ഇടാൻ. ഈ മുട്ട പപ്സാണ് ഞാൻ പറഞ്ഞത്. ഭയങ്കര ടേസ്റ്റ് അല്ലേ ഇവിടുത്തെ മുട്ട പപ്സിന്? തുപ്പല്ലേ അല്ലേ? ഭയങ്കര ടേസ്റ്റ്. പിന്നെ വായിലെ ചരിഞ്ഞു പോകും മുട്ട പപ്സ്. ആരത് കേട്ട ഒരു മുട്ട പപ്സ്. ഹായ് യൂട്യൂബിലൊക്കെ വരട്ടാ. ഹായ് ഗൈസ്. എൻ്റെ കയ്യിൽ ഗൈസ് കൂടുതലാന്നുള്ളൊരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഗൈസ് ഒഴിവാക്കിക്കോ. ഹായ് സുഹൃത്തുക്കൾ, യുവജനങ്ങളെ. അങ്ങനെ അതെ യുവജനങ്ങളെ, വയോധിക കൊച്ചു കുട്ടികളെ. എക്സ്പ്രഷൻ എക്സ്പ്രഷൻ ഇല്ലാണ്ട് നിന്ന് സ്നേഹത്തിൽ നിന്ന് കാണിക്കും. എക്സ്പ്രഷൻ ഇടരുത്. അപ്പൊ അവള് ഇട്ട് എനിക്ക് നോർമലാണ്. ഭയങ്കര ഫുഡ് കഴിക്കുമ്പോ അവള് ചേട്ടൊരു ലൈവ് ലോൺ എടുപ്പിക്കുക അമ്മേനെ കൊണ്ട്. ഞാൻ പപ്സ് കഴിക്കുമ്പോ അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് മീശോയിലെ ഡ്രസ്സല്ലേ? ഇത് മീശോയുടെ ഡ്രസ്. ഇത് നിന്നിട്ടില്ല. സ്വന്തല്ലേ? ഫുൾ ലോസാണ്. പക്ഷെ ഉള്ളില് പാന്റ് ഇടാം സ്വന്തം. വേറെ എന്തെങ്കിലും ഓണാണോ? അതൊക്കെ അതെ ശരി. ശരി എനിക്കൊരു ഉഴുന്നോടെ മനസ്സിലായില്ല. അങ്ങനെയല്ല ലൈൻ പറഞ്ഞത്. ചേട്ടാ 2 ഉഴുന്നോടും കൂടെ എക്സ്ട്രാ എടുക്കും. പൈസ ജസ്റ്റിൻ തരും. ചായ അമ്മ അറിയാൻ പ്രത്യേക ശ്രദ്ധിക്കും. മോൾക്ക് ഇടക്കിടക്ക് വിശക്കുന്നുണ്ട്. വിശക്കണു എന്താണാവോ? ദിവസം ഒരു 50 രൂപ മതില്ലേ? ദിവസം ഒരു 50 രൂപ വെച്ചൊന്ന് അനുവദിച്ചു തരണേ. അമ്മ 50 രൂപ മതി. അമ്മ ജോലിക്കോടെ ഇവിടെ തീറ്റിപ്പറ്റാൻ 2 വട. ചേട്ടൻ്റെ യൂട്യൂബ് ചാനൽ ഹായ് പറയൂ. മേരാ യൂട്യൂബ് ചാനൽ ഹായ് ഹായ്. എന്തേ കുട്ടിക്ക് വയ്യെന്നൊക്കെ. ഒരു സമൂസയും കൂടി നിനക്ക് ഞാൻ 2 വട ക്യാൻസൽ. ഒരു സമൂസ വേണ്ട, 2 വട. പക്ഷെ കുറച്ചും കൂടി ചമ്മന്തി വേണമായിരുന്നു. ഞാൻ കുറച്ച് ബാലൻസസ് ഉണ്ട്. അയാൾ കുറെ തീരെ ചമ്മന്തി മറന്നുപോയി. ഇതില് കൊടുത്താൽ മതി. ഹായ് പച്ച പ്ലേറ്റ്. അങ്ങോട്ട് അയ്യോ, എന്റെ വ്ളോഗിലും കണ്ടില്ലേ, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നെന്റെ പകുതി വ്ളോഗും തിന്നണോടത്തായിരിക്കും. ഗൈസ് വ്ളോഗാണ്. ഫുഡാണോ കഴിയാറേ? കുറച്ച് കൊറേ കൊല്ലയിലൂടെ ലിപ്സ്റ്റിക് ഇട്ടില്ല.
ഒന്നും പറയുന്നു വേണ്ട. ഈ നാട് ഇവിടെ കോഴ്സ് കഴിഞ്ഞിട്ട് പിടിച്ച് നിൽക്കാൻ പുറത്താക്കൂല. ഇവിടെ നിന്നോ പഠിപ്പിക്കാനൊക്കെ മിസ്സിന് ഭയങ്കര ഉദ്ദേശം കല്യാണം കഴിക്കണം. അത്രേ ഉള്ളൂ. പണിയൊന്നും വേണ്ട, കല്യാണം കഴിക്കണം. ഞാൻ പോവാ. ടാറ്റാ. വീടുണ്ട് കണ്ട ഇഫ്താർ വിരുന്നിന് ശേഷം കുട്ടി നാട് വരികയാണ്. പിന്നെ ഇവിടെ ഉണ്ടാവില്ല. ഇല്ല, ഇനി പിന്നെ ഇഫ്താറിലൂടെ പൊട്ടിട്ടോ കമ്മലിട്ട കഴിഞ്ഞു വായോ മിസ് ഇത് എടുക്കട്ടെ. അതിനൊരു ഹോളില്ല. ഒരെണ്ണം ഉണ്ട് മിസ്. പൂര നോക്കിട്ടാ തെങ്ങ് മുളച്ചില്ലേ? ഇത് തേങ്ങ. അതിന്റെ അപ്പുറത്ത് കാണിച്ചു കൊടുക്കണവാ. ഇല്ല ഇല്ല അപ്പുറത്തെ ചെക്കന്മാരൊക്കെ നാളെ എടുത്തു. ഞാൻ പോയിട്ടാ. ബൈ 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 ബൈ. കഴിഞ്ഞ് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് റൂമിലെത്തി. ഇനി ഞാൻ വർക്കിന് പോവും. ഇവരൊക്കെ കിടന്നുറങ്ങും. വാതിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതാണ് ഞങ്ങൾ വർക്ക് ചെയ്യണ സ്ഥലം. എനിക്ക് തുറക്കാൻ കിട്ടണമെങ്കിൽ പക്ഷേ ഇത് തിന്നട്ടെ. നമ്മള് വർക്ക് ചെയ്തോണ്ടിരിക്കും. മെമ്മറി ആൽബം അവിടുത്തെ ഇനി മറ്റേ ക്ലാസ്സിലാവുമ്പോൾ 11 മണിയാവാൻ നോക്കിയിരിക്കും ചായ കുടിക്കാൻ പോവാൻ. വർക്കിനാവുമ്പോൾ 4 മണിയാവാൻ നോക്കിയിരിക്കും ചായ കുടിക്കാൻ പോവാൻ. ചായ കുടിക്കാൻ വേണ്ടി. പക്ഷെ ചായ അല്ലാത്ത പോയി കഴിഞ്ഞാൽ കുടിക്കാം. ചായയിൽ ഒതുങ്ങാണെങ്കിൽ ഓക്കെ. പിന്നെ അതല്ല, നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ ചില്ലും കൂട്ടിലിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ വിചാരിക്കും ചായയിൽ ഒതുക്കാം അല്ലെങ്കിൽ ഒരു ലൈമിൽ ഒതുക്കാം എന്നൊക്കെ. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ചട്ടിപ്പത്തിരിയായി, ചിക്കൻ സമൂസയായി, ഉന്നക്കായി, പഴമിട്ട് അതൊക്കെ തിന്നു കഴിഞ്ഞിട്ട് ഒരു പഴംപൊരി കൂടെ പറയാല്ലേ. ഒരവസ്ഥ അവിടെ ചെല്ലുമ്പോൾ. ഞങ്ങൾ 4 മണിക്ക് ചായ കുടിക്കാൻ പോവാം. അതെ, ഫ്രണ്ട്ലി അറിയുമ്പോൾ നല്ല വെയിൽ. അങ്ങനെ കുറച്ചൊരു വെയിലത്തൊക്കെ നിന്ന് ചൂടായിട്ട് പോകാൻ പറ്റും. അടുത്തുള്ള കടയിക്കാം. നമുക്ക് അവിടെ പോയിട്ട് 4 മണിയാകുമ്പോൾ ചായ കുടിച്ചില്ലെങ്കിൽ എന്താ തപ്പണ്? എന്താ 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 അതെന്റെ ഫോണോ? കൺഫ്യൂഷനായി. ഇവിടെ തൊട്ട് ഞങ്ങളുടെ കൺഫ്യൂഷൻ തുടങ്ങും. എന്ത് മെയിൻ എന്ത് മേടിക്കും? പക്ഷെ എനിക്കതൊന്നും കഴിക്കാനുള്ള മൂടൊന്നുമില്ല. എനിക്ക് ഇതിന് കുടിക്കാനുള്ളൊരു എന്താ കഴിക്കാൻ തോന്നുന്നത്. സൺറൈസ് കഫേ എവിടെ? സൺറൈസ് കഫേ. ഇവിടുത്തെ ചട്ടിപ്പത്തിരി നല്ല ടേസ്റ്റ്. അതേപോലെ ഇവിടെ ബ്രെഡ് ഓംലേറ്റ് ഇട്ടിട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. ബ്രെഡ് ഓംലേറ്റ് കഴിച്ചോക്ക്.
ഇത്ര നേരമായിട്ട് പോയിട്ടില്ല. സമയം 8:45. അതെ, രാവിലെ ഇങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ. രാത്രി ഓ സോറി, കാണിക്കില്ല, ഞാൻ കട്ട് ചെയ്ത് കളയുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് റൂമിൽ പോയി ഫുഡ് കഴിച്ച് കിടന്നിറങ്ങണം. ഫുഡ് കഴിച്ച് കിടന്നിറങ്ങണം. അങ്ങനെ പ്ലാൻ ചെയ്തിട്ടായിരുന്നു ഒരു ദിവസം. വ്ലോഗാണോ? ഹായ് ഗായ്സ്. അയ്യോ, ഇപ്പൊ ഇറങ്ങാൻ നിന്നാ ഞാനാന്നറിയോ? സമയം 10:30. 10:15 എന്തോ കഴിഞ്ഞു. യൂണോ കളിക്കാൻ കേറുന്നതാ. പിന്നെ അങ്ങനെ കഴിഞ്ഞ് സ്നേഹപ്പനെ പോയിട്ടുള്ളൂ. രാത്രിയായി. ഇനി റൂമിലെത്തുമ്പോ 10:30, 10:45 ആവും. പിന്നെ പോണം, കുളിക്കണം, അമ്മ കഴിക്കണം, കിടക്കണം. ഭാഗ്യം ഓണായി. അങ്ങനെ ഞാൻ എത്തി. 11 മണിയുടെ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയി യൂണോ കളിപ്പിച്ചു. യൂണോ കളിച്ചിരിക്കുന്നേയിരുന്നു. ഞാൻ പറഞ്ഞുതരാം. ഹെൽമെറ്റും തേങ്ങയൊക്കെ ഒരു മിനിറ്റ് ബാഗ്. ഇതെന്റെ ഷോണല്ലേ? അതിനൊന്നും പ്രസക്തി ഇല്ല. അയ്യോ, ഇവിടെ ബലൂണില്ലായിരുന്നു. ഇതെന്താ നമ്മുടെ അടുത്ത ഡ്രോയിങ് ബുക്കാ? നീ എന്തിനാ പതക്കണോ? ഇതെന്താണ് സ്റ്റാൻഡ് ഒക്കെ? അയ്യോ, നീ വന്നിച്ചിട്ട് ഇളക്കിട്ട് വിട്ടണ്ട. ഇതെന്തൊരു ചെയ്യണം? തിന്നണോ ഞാൻ? അല്ല, നീ. താങ്ക് യു. എന്റെ വ്ളോഗ് കണ്ട് ഇഷ്ടമാവുന്നവര് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ട? എനിക്ക് ഇഷ്ടമായി. ഇതൊക്കെ എവിടെ നിന്ന് ചെയ്തേ? ഞങ്ങൾ ചെയ്തു. അണക്കറിയില്ല ഒരു കഴിവാന്ന്. ഞാൻ പറഞ്ഞു കൊണ്ടെടുത്തത്. പക്ഷെ റൂമില് മന്തിന്റെ മണുണ്ട്. അപ്പൊ നിനക്ക് ഡൗട്ട് അടിച്ചാലോ വെച്ചിട്ടാ. അത് കുഴപ്പമില്ല, ഈ ഡ്രസ് കുഴപ്പമില്ല. കഴിക്ക്, നീ കഴിക്ക്. മയോണൈസ് ഇല്ല, വെച്ച് കഴിക്ക്. മന്തിയൊക്കെ വെച്ചിട്ടുള്ള ബർത്ത്ഡേ. സാധാരണ ഞാനാണ് എല്ലാവർക്കും അങ്ങോട്ട് കൊടുക്കാറ്. നീ ഹാപ്പി അല്ലേ? യാ. നോക്കിയാണ്ട ബലൂണുകളൊക്കെ തൂങ്ങി കിടക്കണു. വാവ്. പിന്നെ ഇവിടെ വെച്ച് ബലൂൺ അടിച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ, എന്റെ അമ്മ. അപ്പൊ ഇന്നത്തെ വ്ളോഗ് അല്ലെങ്കിൽ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും ഇതിനെ പറയാൻ പറ്റൂലേ. എന്തൊക്കെയോ ഞാൻ എടുത്തു, എന്തൊക്കെയോ കാണിച്ചു. അപ്പം അമ്മേനൊക്കെ ഞാൻ വീഡിയോ കോൾ വിളിച്ച് ഞാൻ ബർത്ത്ഡേൻ്റെ സംഭവം കാണിച്ചു കൊടുത്തു. ഞാൻ പക്ഷെ ഇന്ന് അങ്ങനെ ബർത്ത്ഡേ ഓർമ്മയുണ്ടെങ്കിൽ എന്തായാലും ആഘോഷിക്കും. കാരണം എൻ്റെ റൂമിൽ 4 പേരാണ് മൊത്തം, ഞാനടക്കം. അതിൽ 3 പേരുടെയും ബർത്ത്ഡേ ഓൾറെഡി കഴിഞ്ഞു. അതിൽ 3 പേരുടെ നമ്മൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അവസാനത്തെയാണ് എൻ്റെ. ഇപ്പോൾ കറക്റ്റ് 4 പേരുടെയും കഴിഞ്ഞു. പക്ഷേ ഇന്ന് കുറച്ച് ഇപ്പോൾ എൻ്റെ ബർത്ത്ഡേ ഞായറാഴ്ചയും ഞാൻ വ്ളോഗ് ഇപ്പം എടുക്കുന്നത് വ്യാഴാഴ്ചയും. ഇനി ഇത് എഡിറ്റ് ചെയ്ത് വരെ ചിലപ്പോൾ ചൊവ്വാഴ്ചയൊക്കെ ഇരിക്കും. അപ്പോൾ നേരത്തോടെ അവർ തരുന്ന ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കാത്തതുകൊണ്ട് ഞാൻ ഭയങ്കര സർപ്രൈസ് ആയി പോയി. ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് ഇന്ന് ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ വന്നപ്പോൾ തന്നെ എന്നെ റൂമിൽ കയറ്റാണ്ട് മുകളിലേക്ക് വന്നിട്ട് അങ്ങനെ കൊണ്ടുപോയതാണ്. അപ്പം പിന്നെ കേക്കല്ലല്ലോ, എനിക്കിപ്പോൾ മന്തി ഭയങ്കര ഇഷ്ടകരം, മന്തിക്ക് മേടിച്ചത്. അങ്ങനെ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചാ.